ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രക്ഷുബ്ധതകൾക്ക് ശേഷം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $100 പരിധിക്ക് താഴെ എത്തി. എന്നാൽ ആഗോളതലത്തിൽ എണ്ണവില കുറയുമ്പോഴും ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് പെട്രോൾ ഡീസൽ വില വർധനവിൽ ഇപ്പോഴും ആശ്വാസം ലഭിക്കുന്നില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കപ്പെടുമെന്ന പ്രതീക്ഷകളെ തുടർന്നാണ് ആഗോള ക്രൂഡ് ഓയിൽ വിലയിൽ കുറവ് വന്നത്. WTI ക്രൂഡ് ഓയിൽ വില 6% ഇടിഞ്ഞ് ബാരലിന് $90.80 ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 5.64% ഇടിഞ്ഞ് ബാരലിന് $97.70 ഇപ്പോൾ വ്യാപാരം പുരോഗമിക്കുന്നത്. എന്നാൽ ഇന്ത്യയിൽ 10 ദിവസത്തിനിടെ 4ാം തവണയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചത്. ഈ ചുരുങ്ങിയ കാലയളവിൽ മാത്രം പെട്രോൾ വില ലിറ്ററിന് ഏകദേശം $8 കൂടി. ഈ സംഭവത്തോടെ ഇന്ത്യൻ ഉപഭോക്താക്കൾക്കിടയിൽ ലളിതമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുന്നത്? വില പരിഷ്കരണങ്ങളിലെ കാലതാമസം, രൂപയുടെ മൂല്യത്തകർച്ച, നികുതികൾ, പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് മുൻപുണ്ടായ നഷ്ടം എന്നിവയെല്ലാം ചേർന്നതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഇത്തരം ചർച്ചകളിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ $100 താഴെ എത്തിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത് കുത്തനെ ഉയരുകയായിരുന്നു എന്നതാണ് വാസ്തവം. ഇറാൻ സംഘർഷം കടുത്തിരുന്നപ്പോഴും ഹൊർമുസ് കടലിടുക്കിലെ തടസ്സങ്ങൾ ആശങ്ക തീർത്തപ്പോഴും ആഗോള ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 ആ സമയത്ത് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾ വില വർദ്ധിപ്പിച്ചിരുന്നില്ല. പകരം ഇറക്കുമതി ചെലവ് ഉയർന്നിട്ടും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ കമ്പനികൾ കുറഞ്ഞ നിരക്കിലാണ് ഇന്ധനം വിതരണം ചെയ്തത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിലും എണ്ണ കമ്പനികൾ ആ മുൻനഷ്ടങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. സമീപകാലത്ത് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞിട്ടും പെട്രോൾ ഡീസൽ വില ഉയർന്നു തന്നെ ഇരിക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നാണിത്. ക്രൂഡ് ഓയിൽ വില $100 താഴെ എത്തിയത് കുറഞ്ഞ വിലയായി തോന്നുന്നത് അടുത്തിടെ അത് $120 അടുത്തെത്തിയത് കൊണ്ട് മാത്രമാണ്. എന്നാൽ ഇന്ത്യയെ പോലെ ഭൂരിഭാഗം എണ്ണയും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യത്തിന് ബാരലിന് $100 എന്നത് ഉയർന്ന വില തന്നെയാണ്. ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ 85 മുതൽ 90% വരെ ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ചുരുക്കത്തിൽ എണ്ണവില റെക്കോർഡ് ഉയരത്തിൽ നിന്ന് കുറഞ്ഞെങ്കിലും ദീർഘകാല ശരാശരിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ഇപ്പോഴും ഉയർന്ന നിരക്കിലാണ്. ഇന്ത്യയിലെ ഇന്ധനവില നിർണ്ണയിക്കുന്നത് ക്രൂഡ് ഓയിൽ വില മാത്രം നോക്കിയല്ല. $നെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ആഗോളതലത്തിൽ എണ്ണ വാങ്ങുന്നത് ഡോളറിലാണ്. അതിനാൽ രൂപ ദുർബലമാകുമ്പോൾ ആഗോള എണ്ണവില കുറഞ്ഞാലും ക്രൂഡ് ഓയിൽ ഇറക്കുമതി കൂടുതൽ ചെലവേറിയതായിരിക്കും. സമീപ മാസങ്ങളിൽ രൂപ കുത്തനെ ദുർബലമാവുകയും $നെതിരെ അടുത്തിടെ റെക്കോർഡ് താഴ്ന്ന നിലയായ 97 എത്തുകയും പിന്നീട് ചെറുതായി വീണ്ടെടുക്കുകയും ചെയ്തു. ഇന്ധനവില ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്ക് അനുസരിച്ചാണ് മാറുന്നത് എന്നാണ് പലരും കരുതുന്നത്. എന്നാൽ ഇന്ത്യയിലെ ഇന്ധന വില നിർണ്ണയ സംവിധാനം അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും റീറ്റെയിൽ വിലയുടെ വലിയൊരു പങ്ക് വരുന്നത് നികുതികളിൽ നിന്നാണ്. കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി, സംസ്ഥാന വാറ്റ്, ഡീലർ കമ്മീഷൻ, ചരക്കുകൂലി, ശുദ്ധീകരണ ചെലവ് എന്നിവയെല്ലാം ചേർത്താണ് ഇന്ധനം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂഡ് ഓയിൽ വില മാറുന്ന അതേ വേഗതയിൽ റീറ്റെയിൽ വിലയിൽ മാറ്റമുണ്ടാകില്ല. അതേസമയം ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നപ്പോഴും ആഭ്യന്തര വിപണിയിൽ വില കൂട്ടാതെ പിടിച്ചു നിർത്തിയത് കാരണം എണ്ണ കമ്പനികൾക്ക് വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഈ നഷ്ടം നികത്തൽ പ്രക്രിയയാണ് ഇപ്പോൾ തുടർച്ചയായ വില വർധനയിലൂടെ നടക്കുന്നത്. ആഗോള വിപണിയിൽ വില കുറയാൻ തുടങ്ങിയാലും ആഭ്യന്തര വിപണിയിൽ താൽക്കാലികമായി വില കൂടുന്നത് എന്തുകൊണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. ഇറാൻ യുദ്ധത്തിന്റെ ആശങ്കകൾ ഇപ്പോഴും പൂർണ്ണമായും നീങ്ങിയിട്ടില്ലാത്തതിനാൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും കുത്തനെ ഉയർന്നേക്കും. അതേസമയം രാജ്യത്ത് CNG വിലയിലും വർധനവ്. കിലോഗ്രാമിന് $2 വർദ്ധിപ്പിച്ചത്. ഇതോടെ ഡൽഹിയിൽ 1 കിലോ CNGയുടെ വില 83.09 രൂപയായി. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടാകുന്ന 4ാമത്തെ വർധനവാണിത്. പുതുക്കിയ നിരക്ക് ഇന്ന് രാവിലെ 6 മുതൽ പ്രാബല്യത്തിൽ വന്നു. അന്താരാഷ്ട്ര വിപണിയിൽ പ്രകൃതിവാതകത്തിനുണ്ടായ വില വർധനവും ഇറക്കുമതി ചെലവ് കൂടിയതുമാണ് വില കൂട്ടാൻ കാരണമെന്ന് കമ്പനികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.